ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ചെയ്യുന്നത് അടിപൊളി നെക്ലസ് ആണ്. അതിനാവശ്യമുള്ള മെറ്റീരിയൽസ് നോക്കാം. കുന്താൻസ് ആണ് മെയിനായിട്ട് എടുത്തിരിക്കുന്നത്. ഓറഞ്ച്, പിങ്ക്, പിന്നെ ജംബ് റിങ്സ്, അതായത് വട്ടക്കണ്ണി, പിന്നെ ബാക്ക് ചെയിൻ, ഒരു പ്ലെയർ. അപ്പോൾ നമുക്കിനി എങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു ജംബ് റിങ് എടുക്കുക, പ്ലെയർ യൂസ് ചെയ്തിട്ട് അതൊന്ന് അകത്തുക. പ്ലെയർ വേണമെന്നൊന്നുമില്ല, നല്ല ടൈറ്റ് ആണെങ്കിൽ മാത്രം പ്ലെയർ യൂസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ നമുക്ക് കൈ കൊണ്ട് തന്നെ അകത്താനും ക്ലോസ് ചെയ്യാനും കിട്ടും. അതിനുശേഷം ഒരു കുന്താനെടുത്ത് അതിൻ്റെ ഒരു സൈഡിൽ കോർക്കാം. 4 സൈഡിൽ ഹോളുള്ള കുന്താൻസ് ആണ് ഇത്. 4 ഹോൾ കുന്താൻ എന്നാണ് ഇതിൻ്റെ പേര്. ഒരു ജംബ് റിങ്ങിൽ 2 കുന്താനാണ് നമ്മൾ കോർക്കുന്നത്, അതായത് 2 കളറിൽ ഓരോന്ന്. അപ്പോൾ ഒരു ജംബ് റിങ് അകത്തി കഴിഞ്ഞാൽ ഒരു ഓറഞ്ചും ഒരു പിങ്കും കോർക്കാം. അതിനുശേഷം അത് ക്ലോസ് ചെയ്യാം. അപ്പോൾ ഒരു പിങ്കായി, ഒരു ഓറഞ്ചായി. ഇനി നമ്മൾ അടുത്ത ജംബ് റിങ് എടുക്കുന്നു, ഈ ഓറഞ്ചിൽ കോർത്തിട്ട് വീണ്ടും നെക്സ്റ്റ് പിങ്ക് കൂടി അതിൽ കോർക്കുന്നു. അതായത് ഒരു ജംബ് റിങ്ങിൽ നമ്മൾ 2 കളറാണ് കോർക്കുന്നത്. ലാസ്റ്റ് കോർത്തതെന്ന് ഫസ്റ്റ് കോർത്ത ശേഷം പിന്നെ നെക്സ്റ്റ് കളർ നമ്മൾ വീണ്ടും ആ ജംബ് റിങ്ങിൽ തന്നെ കോർത്തിട്ട് ക്ലോസ് ചെയ്യാം. അപ്പോൾ ഇതേ ഒരു ഓർഡറിൽ നമുക്ക് മുഴുവനായിട്ട് കോർത്തെടുക്കാം. അതായത് നെക്സ്റ്റ് ഓറഞ്ച്, പിന്നെ പിങ്ക്, അങ്ങനെ ജംബ് റിങ് മാത്രം ഇടയിൽ കോർത്ത് നമുക്ക് ഫുൾ ഒരു ചെയിൻ എത്ര ലെങ്ത് വേണോ അത്രയും കോർത്തെടുക്കാം. അപ്പോൾ 2 കളറിന് പകരം 3 കളറോ 4 കളറോ ഇങ്ങനെ നിറയെ കളേഴ്സ് മിക്സ് ചെയ്തിട്ട് കോർക്കാം. അല്ലെങ്കിൽ ഒരു കളർ മാത്രം യൂസ് ചെയ്തിട്ടും നമുക്കിങ്ങനെ ചെയ്യാം. വൈറ്റ് മാത്രം ചെയ്യാം, അല്ലെങ്കിൽ ബ്ലാക്ക് മാത്രം ചെയ്യാം. എങ്ങനെയാണ് നല്ല ഭംഗി ഉണ്ടാവും. അപ്പോൾ നമ്മളിത് മുഴുവൻ കോർത്ത് കഴിഞ്ഞു. ഇനി കറക്റ്റ് സെൻറ്ററിൽ നോക്കാം. ഇതിൽ 11 കുന്തൻസ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ കറക്റ്റ് നടുവിൽ 6ാമത്തേൽ നമ്മൾ താഴോട്ട് വെക്കുകയാണ്. അപ്പോൾ എത്ര ലെങ്ത് ഇതുപോലെ താഴോട്ട് വേണോ അത്രയും ലെങ്ത് കുന്തൻസ് യൂസ് ചെയ്യാം. ഞാനിവിടെ 3 എണ്ണമാണ് താഴെ വെക്കുന്നത്. അപ്പോൾ അതിന് 2 സൈഡിലും 2 എണ്ണം, പിന്നെ അതിനുശേഷം 1 എണ്ണം. ആ ഒരു ഓർഡറിലാണ് ഒരു ലെയറായിട്ട് വെക്കുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ ഇടയിലും ജംബ് റിങ് കോർക്കുകയാണ്. ഫസ്റ്റ് നമ്മൾ കോർത്ത പോലെ തന്നെ ഇനി താഴോട്ടും ഓറഞ്ചിൽ കോർത്ത ശേഷം ഇനി പിങ്കിൽ കോർക്കും. എന്നിട്ട് ജംബ് റിങ് ക്ലോസ് ചെയ്യുക. അതുപോലെ ബാക്കിയെല്ലാം നമുക്ക് കോർത്തെടുക്കാം. ഈ ജംബ് റിങ്സ് പറഞ്ഞാൽ കുറച്ച് നല്ല വട്ടമുള്ളതുണ്ടാവും, കുറച്ചുകൂടി ഇതിൻ്റെ റൗണ്ട് വട്ടം കുറഞ്ഞതുണ്ടാവും. അപ്പോൾ കുറച്ച് റിങ് വലുതായിരിക്കും ഈ ഡിസൈനൊക്കെ ചെയ്യാനും ഭംഗി. തീരെ ചെറുതാണെങ്കിൽ നന്നായി ചേർന്നിരിക്കും കുന്താൻസ്, അപ്പോൾ അത്രയ്ക്ക് ഭംഗി തോന്നില്ല. ഇത് ശരിക്കും ആ റിങ് കാണണം, ഈ ഡിസൈൻ റിങ് കൂടി കാണുമ്പോഴാണ് ശരിക്കും അതിൻ്റെ ഒരു ഭംഗി. അതുകൊണ്ട് കുറച്ച് വലിയ ജംബ് റിങ് യൂസ് ചെയ്യുന്നതായിരിക്കും ഈ ഡിസൈനൊക്കെ ചെയ്യാനും നല്ലത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നടുവിൽ ചെയ്തു. ഇതേപോലെ തന്നെ 2 സൈഡിലും നമുക്ക് മൊത്തം ഇതുപോലെ ജംബ് റിങ് താഴോട്ട് കോർത്തെടുക്കാം. അപ്പോൾ താഴോട്ട് 3 എണ്ണം കോർത്ത പോലെ തന്നെ നമ്മൾ 2 സൈഡിലും ഇനി 2 എണ്ണം പിന്നെ 1, ആ ഒരു ഓർഡറിലാണ് കോർക്കുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് താഴെ എല്ലാത്തിൻ്റെയും റോസ് കളറിൽ വരും. അപ്പോൾ ആ പിങ്ക് കളറാണ് ഏറ്റവും താഴെ എല്ലാം വരുന്നത്. അപ്പോൾ നമ്മളെല്ലാം കോർത്ത് കഴിഞ്ഞു. അപ്പം ഇങ്ങനെ ഇരിക്കും കാണാൻ. ഇങ്ങനെ വേണമെങ്കിൽ ഒരു ഡിസൈനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇതാവുമ്പോൾ എല്ലാം ഫ്രീ ആയിട്ട് ഇരിക്കും, നല്ല ഫ്ലെക്സിബിളായിട്ട് നല്ല ഫ്രീ ആയിട്ടിരിക്കും. അതല്ല ഇനി എല്ലാം ചേർന്നിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഇടയിലെല്ലാം ജംബ് റിങ് കോർത്ത് കൊടുക്കണം. അതായത് ഇപ്പോൾ താഴോട്ട് കോർത്ത പോലെ തന്നെ ഇത് ഈ എല്ലാ കുന്താൻസും ചേർത്തി പിടിച്ചിട്ട് നമ്മൾ ജംബ് റിങ് കോർക്കുകയാണ്. അപ്പോൾ എല്ലാ ലെയറും ചേർന്നിരിക്കും. അപ്പോൾ നമ്മൾ ഇടുമ്പോൾ എല്ലാം കൂടി ഒറ്റ സെറ്റായിട്ട് ഇരുന്നോളും. അതല്ല ഇങ്ങനെ എല്ലാം ഫ്രീ ആയിട്ട് ഓരോ ലെയറും ഫ്രീ ആയിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഇടയിൽ ജംബ് റിങ് കോർക്കാതെ ഇതുപോലെ തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ ഇത് ഇടയിൽ ഒന്ന് കോർത്തു, അതുപോലെ എല്ലാം കോർത്ത് കഴിഞ്ഞാൽ അതെല്ലാം കൂടി ഒന്നുകൂടി ചേർന്നിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ജംബ് റിങ് കോർക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ കോർത്തോളം തന്നെ ജംബ് റിങ് എടുക്കുക അകത്ത്. അതിനുശേഷം ഓരോ കുന്താൻ്റെ ഇടയിലും ഈ ജംബ് റിങ് കോർക്കാം. ഇതേ ഡിസൈനിൽ നമുക്ക് ചെറിയ കമ്മലുകൾ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇടയിലെല്ലാം ഓരോ ജംബ് റിങ് കോർത്ത് ഇത് ഫിനിഷ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മാല ഇവിടെ റെഡി ആയിട്ടുണ്ട്, നെക്ലസ്. അപ്പോൾ ഒരു കുന്താൻ്റെ 4 ഭാഗത്തും ഓരോ ജംബ് റിങ് വരുന്നുണ്ട്. അപ്പോൾ കണ്ടാൽ ശരിക്കും പൂക്കൾ പോലെ ഇരിക്കും. അപ്പോൾ എല്ലാം ജംബ് റിങ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കോർത്തിരിക്കുന്നത് 4 ഭാഗത്തും കോർത്ത് നമ്മൾ നെക്ലസ് ഉണ്ടാക്കി. ഈസിയാണ്. കുന്താൻസും ജംബ് റിങ്സും മാത്രം മതി. ഇനി നമുക്ക് ബാക്ക് ചെയിൻ കോർക്കണം. ബാക്ക് ചെയിൻ കോർക്കാൻ ഇതേപോലെ തന്നെ 2 ഭാഗത്തും ആദ്യം ഓരോ ജംബ് റിങ് കോർക്കുക. അതിനുശേഷം ബാക്ക് ചെയിൻ അതിൽ കണക്ട് ചെയ്യാം. ബാക്ക് ചെയിൻ ഇവിടെ ഗോൾഡൻ കളർ ചെയിനാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ സാധാരണ ത്രെഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ബാക്ക് ത്രെഡ് കിട്ടും. അതിന് 5 രൂപയോ 10 രൂപയ്ക്കാണ് വില. ഇതിന് 30 രൂപയാണ് വില വരുന്നത് ഈ ചെയിനിന്. അപ്പോൾ നമുക്ക് 2 ഭാഗത്ത് ഓരോ ജംബ് റിങ് കോർക്കുക. അതിനുശേഷം ഈ ചെയിൻ അതിലോട്ട് കോർത്ത് ക്ലോസ് ചെയ്യാം. അപ്പം നമ്മുടെ അടിപൊളി നെക്ലസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. എത്ര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ്. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യുക, കമൻസ് എല്ലാം എഴുതി അറിയിക്കുക. ചാനൽ ആദ്യമായിട്ട് അതിന് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ബെല്ലൈക്കൻ വരും, അപ്പോൾ അതുകൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ നോട്ടിഫിക്കേഷൻസ് കിട്ടുമ്പോൾ മറക്കാതെ വീഡിയോസ് കാണുക. അപ്പോൾ അടിപൊളി ഡിസൈനായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.